ഇത് ഗ്രോ ബാഗിലുള്ള പുതിനയാണ്. പിന്നെ കണ്ട ഇവിടെ ഫുള്ള് നമ്മൾ ഇഗ്വാനയ്ക്ക് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, ടണൽ പോലെ. ഇതേണ്ട, ഇവിടെ മൊത്തം ചീരയായിരുന്നു, മൊത്തം ഇഗ്വാന തിന്ന് കളഞ്ഞ്. പക്ഷെ ഇതൊക്കെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. അപ്പം ഇതിൽ ഇവിടെ ഉള്ളത് ഇതപ്പോൾ പാലക്കുണ്ട്. ഇതണ്ട, ഇത് മൊത്തം പാലക്കാണ്. 2 റോല് പാലക്ക്. പിന്നെ അവിടെ ഒരു സൺഫ്ലവർ ഉണ്ട്. പിന്നെ ഇത് മല്ലിയാണ്, മല്ലി. വേണ്ട, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇഗ്വാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ കുറേ സ്വിസ് ചാർഡ് അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൽ. ഇത് പിന്നെ ബീൻസാണ്. ഇത് മണത്തക്കാളി. പിന്നെ നമ്മുടെ കോവയ്ക്ക വള്ളി പന്തലിൽ കയറി. പക്ഷെ അതിനെന്തോ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്, ഫംഗൽ അസുഖമാണ്. അല്ല, കോവയ്ക്കൊക്കെ നല്ല നീളമായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇലയൊക്കെ ഇതാ ചുരുണ്ട് വരുന്ന എന്തോ ഒരു അസുഖമാണ്. പിന്നെ നമ്മുടെ ചോളം പൂത്ത് തുടങ്ങി. പിന്നെ ഇവിടെയൊക്കെ പുതിയ ചെടികളിപ്പോൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ മത്തനകൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് ചോളമുണ്ട്, 5-6 ഉള്ളൂ. ഇതും ഇഗ്വാനയൊക്കെ തിന്നുന്നുണ്ട്. കണ്ട, അവിടെയാണ് മൊത്തം ഇഗ്വാനകൾ താമസിക്കുന്ന സ്ഥലം. ഇത് മൊത്തം ചോളം. പിന്നെ എൻ്റെ ഇതാ വഴുതനകൾ കണ്ടല്ലേ, ഇതാ വഴുതന. ഇവിടെ ഒന്നുകൂടെ ഇതാ, ഇതെൻ്റെ ബേസിൽ അവിടെ ഒന്നുകൂടെ അത് കട്ട് ചെയ്തതിന് ശേഷം അത് വലുതാവുന്നില്ല. ഇത് ബേസിലാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് ടണലുണ്ട്, ഇതിലും വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മൊത്തം ഇഗ്വാനകളുടെ കളിയാണ്. ഇതാ പിന്നെ നമ്മുടെ വാഴകൾ, 3 വാഴേൻ്റെ 3 നല്ല വലുതായി, നല്ല ഹൈറ്റായി വരുന്നുണ്ട് വാഴകൾ, ഉണ്ടല്ലേ. ഇവിടെയൊക്കെ ഇനി കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കാനുണ്ട് ചെടികൾ. പക്ഷെ ഇഗ്വാനയുടെ ശല്യം സഹിക്കാൻ പറ്റാത്ത ശല്യങ്ങളാണ്. പിന്നെതാ ഇതിൻ്റെ സ്ഥലത്ത് കുറച്ച് സ്ഥലമുണ്ട്, ഞാനതിൽ മണ്ണൊക്കെ ഇട്ടിട്ട് അവിടെ പുതിയ ടൈപ്പ് സാധനങ്ങൾ വെച്ചാൽ. ഇത് നമ്മുടെ ചുരക്കയാണ്, ഇത് അവരയ്ക്ക, ഇത് തക്കാളി, വീണ്ടും തക്കാളി ഉണ്ട്. ഇതാ പിന്നെ അവരയ്ക്കുണ്ട്, കുക്കുംബർ വെച്ചിട്ടുണ്ട്, പാവയ്ക്ക, പിന്നെ ഒരു ചുരക്ക വെച്ചിട്ടുണ്ട്. നന്നായി വരുന്നുണ്ട് സംഭവം, കുഴപ്പമൊന്നുമില്ല.